ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു നോമ്പുകാലം നമ്മളിൽ അണഞ്ഞിരിക്കുന്നു. ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നോമ്പിൻ്റെ സമയങ്ങളിൽ നമ്മളിലുള്ള വിഗ്രഹാരാധനകളെ നീക്കിക്കളയുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. വിഗ്രഹാരാധന കർത്താവിനേക്കാൾ ഉപരിയായി നമ്മൾ എന്തിനെ കാണുന്നുവോ അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങളായിട്ട് മാറുന്നു. കൊലോസ്യർ 3-5 പറയുന്നത് പോലെ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അപ്പോൾ അത്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയാണ്. നമുക്ക് അത്യാഗ്രഹം എന്ന വിഗ്രഹാരാധനയെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് പൂർണ്ണമായി നീക്കിക്കളയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആഗ്രഹങ്ങൾ സബലീകരിക്കുവാൻ മനുഷ്യൻ ഏത് വഴിയും തേടുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും നാം വിശ്വസ്തരായിരിക്കണം. പണം നോക്കി ദൈവഹിതമല്ലാത്ത ജോലികളിൽ നാം ഇടപെടരുത്. ദൈവത്തെ ആരാധിക്കുവാൻ സമയമില്ലാത്ത ജോലികൾ ദോഷമായി പരിണമിക്കും. ദ്രവ്യാഗ്രഹത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും വഞ്ചനയിൽ കുടുങ്ങിയവരെ നമുക്ക് വേദപുസ്തകാടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട് അവഗണിച്ച് ലോകസമൃദ്ധിയെ മാത്രം തേടിപ്പോയ ലോത്തിൻ്റെ കുടുംബം വലഞ്ഞുപോയി. സമ്പത്തിനെയും സ്വന്തം ഭാര്യയെയും വിട്ട് സോദോമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. രണ്ടാമതായി, പെട്ടെന്നുള്ള സമ്പത്ത് പ്രതീക്ഷിച്ച ആകാൻ ശിക്ഷയ്ക്ക് വിധേയനായി. അവനുള്ളതൊക്കെയും കൽക്കൂമ്പാരത്തിനുള്ളിലായി. അനീതിയുടെ കൂലി കൊതിച്ച ബിലയാം വാളിനിരയായി. ശുശ്രൂഷ പണം സമ്പാദിക്കാനല്ല എന്ന പാഠം പഠിക്കാതിരുന്ന ഗേഹസ് എന്ന ദ്രവ്യാഗ്രഹി കുഷ്ഠരോഗിയായി മാറി. ഇന്ന് ആത്മീക ഗോളം പണം സമ്പാദിക്കുവാനുള്ള ഒരു മാധ്യമം മാത്രമായി ശുശ്രൂഷകളെ കാണുന്നു. 30 വെള്ളിക്കാശിനെ യേശുവിന് ഒറ്റിക്കൊടുത്ത യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു. ധനകാര്യത്തിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച അനന്യാസ്, സഫീറ ദമ്പതികൾ അകാല ചരമം പ്രാപിച്ചു. യേശുവിൻ്റെ അടുക്കൽ വന്ന ധനികനായ യുവാവിനെ പണത്തിനോടുള്ള അത്യാഗ്രഹം മൂലം യേശുവിനെ അനുഗമിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മുടെ സമ്പത്തും യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് തടസ്സമാണോ എന്ന് നമ്മൾ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഒന്ന് സ്വയം ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രാർത്ഥനാലയമാകേണ്ട ദൈവാലയം കച്ചവട സ്ഥലമായപ്പോൾ ദൈവം അതിനെ ശുദ്ധീകരിച്ചു. നമ്മുടെ ദൈവമന്ദിരമാകുന്ന ശരീരം അത്തരത്തിൽ അശുദ്ധമായെങ്കിൽ അതിനെ ശുദ്ധീകരിക്കണം. ഇന്ന് അത്യാഗ്രഹങ്ങൾ അതിപ്രസരത്താൽ പണം സമ്പാദിക്കുവാൻ ഏത് വഴിയും മനുഷ്യൻ സ്വീകരിക്കുന്നു. കൈക്കൂലിയും കരിഞ്ചന്തയും മോഷണവും വഞ്ചനയും കള്ളക്കടത്തും ലഹരി പദാർത്ഥങ്ങളും അരങ്ങേറുന്നു. എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോകുന്നു. നമ്മുടെ യുവതലമുറ ഇന്ന് പൂർണ്ണമായും ലഹരി പദാർത്ഥങ്ങളുടെ അടിമയിലാണ്. മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ, അങ്ങനെ അത്രമാത്രം അധംപതിച്ചു പോയ ഒരു ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അന്യായമായി സമ്പാദിക്കുന്ന ധനമോ സമ്പത്തോ ഒന്നും ഉപകാരമായി വരികയില്ല. അത് ശാപമായി മാറും. സദൃശ്യവാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ സദൃശ്യം 20:7, സദൃശ്യം 21:6 ഈ വചനങ്ങളിലൂടെയൊക്കെയും വ്യാജമുള്ള അധരങ്ങളെക്കുറിച്ചും വ്യാജമുള്ള നാവിനെക്കുറിച്ചൊക്കെയും നമ്മളോട് സംസാരിക്കുന്നു. 20-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 20:17 വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവൻ്റെ വായിൽ ചരൽ നിറയും. 21:6 കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു, അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ആത്മീകവും ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം യാചിക്കണം. അപ്പോൾ ദൈവം തക്ക സമയത്ത് അത്ഭുതങ്ങളെ ചെയ്യും, അനുഗ്രഹങ്ങളെ പൊഴിക്കും. അതിനാൽ ജീവിതത്തിൽ നിന്ന് ഈ അത്യാഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവരാജ്യം സ്വന്തമാക്കുവാൻ ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഒരുപോലെ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വചനത്തിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.